നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ബന്ധങ്ങൾ മുറിയാതെ സൂക്ഷിക്കുക. ബന്ധങ്ങളാണ് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം. അത് അടിസ്ഥാനം പോയാൽ പിന്നെ ഒന്നും കിട്ടില്ല, എല്ലാം തകർന്നു പോകും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്നുണ്ടോ, നമ്മുടെ ഭാഗത്ത് നിന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യണം. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും തയ്യാറാകുന്നില്ലേ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്കുള്ളിൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായി ഇടപെടാനും അതിനേക്കാൾ ഉപരി നമുക്കൊരു ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അതാണ് ഇമ്പോർട്ടന്റ്. അവൻ ഓക്കെ എന്നോട് സംസാരിക്കുന്നില്ല, കുഴപ്പമില്ല, എടി നമുക്ക് കുഴപ്പമില്ലല്ലോ, അവരോട് അയൽക്കാർ ഇപ്പോൾ സംസാരിക്കുന്നില്ലല്ലോ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോട് പോയി അന്വേഷിച്ചു. അപ്പോൾ അവരതെല്ലാം പറഞ്ഞു, ഇന്ന കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ഷമയൊക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സോറിയൊക്കെ പറഞ്ഞു പോന്നു. എന്നിട്ടും അവർ നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുവാണ്, നിങ്ങളെക്കുറിച്ച് തെറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരാതി പറയുകയാണ്. സോഫ്റ്റ് ആയിട്ട് അവരോട് വിട്ടേക്ക്. നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ മേല് പിശാചിനുണ്ടായിരുന്ന ആ അധികാരം, ആ കെട്ട് നമ്മൾ അഴിച്ചു.